ഇന്ത്യ പാക് അതിർത്തി സംഘർഷവും വെടിനിർത്തൽ ധാരണയും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള വിദേശ നയത്തെക്കുറിച്ചുൾപ്പെടെയാണ് വിക്രം മിശ്രി വിശദീകരിക്കുക. അച്യുതനാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ പ്രതിപക്ഷം ഉൾപ്പെടെ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷം, വെടിനിർത്തൽ ധാരണ, ഇതിലൊക്കെ കൂടുതൽ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെല്ലാം ആ ചോദ്യങ്ങൾക്ക് കൂടി ഇന്ന് ഉത്തരമാകും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? സ്മിത, പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടത് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു. പക്ഷേ ആ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണ്ട എന്നതാണ് നിലവിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിനോടകം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാർത്താ സമ്മേളനങ്ങളിലൂടെ എല്ലാ കാര്യവും അതാത് സമയങ്ങളിൽ വിശദീകരിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നയം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാർലമെന്ററി വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കാര്യങ്ങൾ, വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെങ്ങനെ, അതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ വിശദീകരിക്കുക. ഈ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശശി തരൂറാണ്. എന്തായാലും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിലെത്തി ആയിരിക്കും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള നിലവിലെ ആ വിദേശ നയ സംബന്ധിച്ചുള്ള സംഭവ വികാസങ്ങൾ അത് വിശദീകരിക്കും. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലുൾപ്പെടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം അത് വളരെ വ്യക്തതയുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ആ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാകും ചർച്ചയാകും. ഒപ്പം തന്നെ എന്താണ് ഇനി തുടർ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇന്ത്യ ഇനി ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയെന്നതും ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കും. സ്മിത, അച്യുതനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.